ഇവിടെ കഴിവുള്ള ആളുകളല്ല സക്സസ്ഫുൾ ആവുന്നു. സക്സസ്ഫുൾ എന്ന് പറയുന്ന ആളുകളെക്കാൾ കഴിവുള്ള ആളുകൾ പുറത്തുണ്ട്. അപ്പൊ നിങ്ങൾ പറയും ഇന്റലിജൻസ് ഉള്ള ആളുകളാണ് ഇവിടെ സക്സസ്ഫുൾ ആവുന്നത് എന്നുള്ളത്. അവിടെ ഒരു പ്രശ്നമുണ്ട്. കാരണം ഇന്റലിജൻസ് ഉള്ള ആളുകൾക്ക് സക്സസ്ഫുൾ ആവാൻ സാധ്യത ഉണ്ടെങ്കിൽ പോലും അവർ ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കും എന്നുള്ളതാണ്. കാരണം ഇന്റലിജൻസ് കൂടുന്നതനുസരിച്ച് അവരുടെ തലയിൽ ഒരുപാട് ചിന്തകൾ വന്നുകൊണ്ടിരിക്കും, ഒരുപാട് ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ അവർ ഡിസ്ട്രാക്റ്റഡ് ആയി പോകുന്നുള്ളതാണ്. അപ്പൊ ആക്ച്വലി ഫോക്കസ് ഉള്ള ആളുകളാണ് ഇവിടെ സക്സസ്ഫുൾ ആവുന്നത്. ലോങ് ടേമിലേക്ക് അവരുടെ ജോലി ഫോക്കസ്ഡ് ആയിട്ട് ഡിസ്ട്രാക്റ്റഡ് ആവാതെ കാമായിരുന്നു ചെയ്യാൻ ആർക്കൊക്കെ കഴിവുണ്ടോ അവർ സക്സസ്ഫുൾ ആവും. അല്ലാതെ ഇവിടെ കഴിവോ ഇന്റലിജൻസോ ഒന്നുമല്ല. ഇപ്പൊ സോക്കോഡ് സക്സസ്ഫുൾ എന്ന് പറയുന്ന ആളുകളൊക്കെ ആയിട്ട് കുറച്ച് ആളുകളൊക്കെ ആയിട്ട് ഞാൻ ഇന്ററാക്ട് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അവർക്ക് പൊതുവായ കാര്യങ്ങളെ കുറിച്ചൊന്നും അത്ര ധാരണയൊന്നുമില്ല. പക്ഷെ അവർക്ക് അവരുടെ മേഖലയിൽ ധാരണ ഉണ്ട്, അത്രേ ഉള്ളൂ, അത്ര മതി. അവരുടെ മേഖലയിൽ അവർക്ക് ആഴത്തിൽ ധാരണ ഉണ്ടാവുകയും ഒരു ജോലി ഫോക്കസോടുകൂടി ഡിസ്ട്രാക്ഷൻസിനൊക്കെ മാറ്റി നിർത്തിയിട്ട് കൺസിസ്റ്റന്റ് ആയി ഡിസിപ്ലിനോടുകൂടി ലോങ് ടൈമിലേക്ക് ചെയ്യാനുള്ള കഴിവുണ്ടോ അവർ സക്സസ്ഫുൾ ആവും.